360 ടോട്ടൽ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിശീലിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളുടെ മസിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റോയിഡ് മസിൽസിൻ്റെ വർക്കൗട്ടാണ് നമ്മളിന്ന് പരിശീലിക്കാൻ പോകുന്നത്. ഡെൽറ്റോയിഡ് മസിലിൻ്റെ വർക്കൗട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ സാവധാനം വേണം അത് പരിശീലിക്കുവാനായിട്ട്. സ്പീഡ് കൂടി എന്ത് വരും, ഒരുപാട് ഇഞ്ചുറീസ് വരും. ഇഞ്ചുറീസ് നമ്മുടെ ടോട്ടൽ വർക്കൗട്ട്സിനെ അത് ബാധിക്കും. അപ്പോൾ എപ്പോഴും കെയർഫുള്ളായിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഡെൽറ്റോയിഡ് വർക്കൗട്ട്സിൻ്റെ 3 മെയിൻ വർക്കൗട്ട്സാണ് നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ വർക്കൗട്ട് ഡംബൽ ഓൾട്ടർനേറ്റ് പ്രസ്, അതിനുശേഷം ഡംബൽ പ്രസ്, ദെൻ ഡംബൽ റൈസ് സൈഡ് മൂവ്മെൻറ്റ്. ഈ 3 ഡിഫറെൻ്റ് ആംഗിൾ ഓഫ് സ്ട്രെച്ച് കൊണ്ടാണ് നമ്മൾ ഡെൽറ്റോയിഡ് മസിലിനെ പ്രോപ്പറായിട്ട് ടോണപ്പ് ചെയ്യുകയോ അതുപോലെ ഷേപ്പ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നത്. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സസൈസ് ആണ്. ഷോൾഡർ നമുക്ക് ഡെൽറ്റോയിഡ് മസിൽ കുറച്ച് ബ്രോഡ് ആവണമെങ്കിൽ തന്നെ ഇത് കുറച്ച് വെയിറ്റ് ട്രെയിനിങ് പതുക്കെ ഗ്രാജ്വലി കൂട്ടി ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റോയിഡ് മസിൽ കുറച്ചും കൂടി ബ്രോഡ് ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഡെൽറ്റോയിഡ് മസിൽസിൻ്റെ വർക്കൗട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ കൂടെ ഇന്ന് വന്നിരിക്കുന്നത് നവീനാണ്. നവീൻ ടി യു ലൈഫിലെ ഹെൽത്ത് ക്ലബിലെ ചീഫ് ഇൻസ്ട്രക്ടറാണ് നവീൻ. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. എങ്ങനെയാണ് വർക്കൗട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, സോ ബി റെഡി. അതിലാദ്യമായിട്ട് ഓൾട്ടർനേറ്റ് ഡംബൽ പ്രസ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓൾട്ടർനേറ്റ് ഡംബൽ പ്രസ് മെയിൻലി ഡെൽറ്റോയിഡിൻ്റെ എല്ലാ ആംഗിളിനും സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ സ്പോർട്സ് പ്ലെയേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നൊരു വർക്കൗട്ടാണിത്. അപ്പോൾ നമുക്കൊന്ന് പരിശീലിക്കാം. സാവധാനം 2 ഡംബലും മെല്ലെ കറക്റ്റായിട്ട് ഫിംഗർ എല്ലാം ഗ്രിപ്പ് ചെയ്തതിന് ശേഷം കറക്റ്റ് ഡെൽറ്റോയിഡ് മസിലിൻ്റെ ലെവലിൽ ബാലൻസ് ചെയ്യുക. അതിനുശേഷം ഓൾട്ടർനേറ്റായിട്ട് ഡംബൽ നേരെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുക. ഫസ്റ്റ് റൈറ്റ് ഹാൻഡ് സ്ട്രെച്ച് ഇറ്റ് അപ്പ്, then press it down, then left hand, then down, breathe out, down, breathe in, out, in, repeat slowly 10 times. നമ്മൾ ഡെൽറ്റോയിഡ്സിൻ്റെ വർക്കൗട്ട്സ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സ്ലോവിൽ വേണം പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ ഷോൾഡേഴ്സിനൊക്കെ ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും മാറാനായിട്ട്. അപ്പോൾ നമുക്കിത് ഏറ്റവും ബെസ്റ്റ് എക്സസൈസാണ് ഡെൽറ്റോയിഡ് മസിലിനെ സ്ട്രെങ്തൻ ചെയ്യാനും ടോണപ്പ് ചെയ്യാനും. സാവധാനം ഡംബൽ പതുക്കെ താഴ്ത്ത് പതുക്കെ വയ്ക്കുക. അതിനുശേഷം മെല്ലെ നോർമൽ ബ്രീത്തിങ് ഒരു 5 ടൈംസ് ചെയ്യുക. എൽബോ റൊട്ടേഷൻ ചെയ്യുക. നമ്മളുടെ ഡെൽറ്റോയിഡ് മസിൽ റിലാക്സേഷൻ വർക്കൗട്ടാണ് എൽബോ റൊട്ടേഷൻ. ഒരുപാട് ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ എൽബോ റൊട്ടേഷൻ ജസ്റ്റ് 5 ടൈംസ് ചെയ്യുക. റിവേഴ്സും 5 ടൈംസ് ചെയ്യുക. നമ്മൾ ഈ ഡംബൽ ഓൾട്ടർനേറ്റ് പ്രസ് ചെയ്യുന്നതിന് മുമ്പ് സെയിം മൂവ്മെൻറ്റ് നമുക്ക് വാമിംഗ് അപ്പായിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഡെൽറ്റോയിഡിൻ്റെ തന്നെ വേറൊരു മെയിൻ വർക്കൗട്ടാണ് ഡംബൽ പ്രസ്. അത് 2 കൈയും ഒരുമിച്ച് ചെയ്യുന്ന പ്രസ്സാണ്. നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്ത ഡംബൽ ഓൾട്ടർനേറ്റ് ഡംബൽ പ്രസ്സാണ്. ഇത് ടുഗെദർ 2 കൈയും ഒരുമിച്ചിട്ട് സാവധാനം 2 ഡംബൽസും ഡെൽറ്റോയിഡിൻ്റെ പൊസിഷനിൽ ബാലൻസ് ചെയ്യുക. അതിനുശേഷം ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് എക്സെയിൽ ചെയ്തുകൊണ്ട് മെല്ലെ 2 ഡംബൽസും മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുക. എക്സെയിൽ, ഡൗൺ വരുമ്പോൾ ഇൻഹേൽ ചെയ്യുക. എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, inhale, exhale, inhale. സാവധാനം 2 ഡംബലും പതുക്കെ ഡൗൺ ചെയ്ത് ഫ്ലോറിൽ പതുക്കെ
പതുക്കെ വയ്ക്കുക. ഡംബൽ പ്രസ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഡെൽറ്റ് മസിലിന് റിലാക്സേഷന് വേണ്ടിയിട്ട് എൽബോ റൊട്ടേഷൻ 5 ടൈംസ് ചെയ്യുക. റൊട്ടേറ്റ് യുവർ എൽബോ outside first 5, then inside movement 5 times. Then relax. Normal breathing 5 times here. ഇതാണ് ഡംബൽ പ്രസ് ടുഗെദർ മൂവ്മെൻറ്റ്. അടുത്തതായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഡെൽറ്റോയിഡിൻ്റെ തന്നെ സൈഡ് ഡംബൽ റൈസ് മൂവ്മെൻ്റ് ആണ്. ഇത് മെയിനായിട്ട് ഡെൽറ്റോയിഡ് മസിൽസിൻ്റെ സൈഡ് പാർട്ടിന് വേണ്ടിയിട്ടാണ്, നല്ല രീതിയിൽ ടോണപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വർക്കൗട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതൊന്ന് പരിശീലിക്കാം. സാവധാനം ഡംബൽ ലിഫ്റ്റ് ചെയ്യുക. രണ്ട് ലെഗ്സും ഷോൾഡർ വിഡ്ത്തിൽ അറേഞ്ച് ചെയ്തു. അതിനുശേഷം ഇൻഹേൽ ചെയ്തുകൊണ്ട് രണ്ട് ഡംബിൾസും ചെവിയുടെ ലെവലിൽ ലിഫ്റ്റ് ചെയ്യുക, ഇയർ ലെവലിൽ ലിഫ്റ്റ് ചെയ്യുക. ദെൻ എക്സേൽ ആൻഡ് ബ്രിങ് ഇറ്റ് ഡൗൺ. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, exhale, inhale, exhale, inhale, exhale. എപ്പോഴും ഇത് ചെയ്യുമ്പോൾ വളരെ സാവധാനം വേണം ചെയ്യാൻ. അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്. അഗെയിൻ റിപ്പീറ്റ്. ഇൻഹേൽ, എക്സേൽ. അതിനുശേഷം സാവധാനം രണ്ട് ഡംബിൾസും താഴ്ത്തി വയ്ക്കുക. ഡംബലിൻ്റെ വാം ഡൗൺ മൂവ്മെൻറ്റ്, നമ്മളുടെ ഡെൽറ്റോയിഡ് മസിൽസിൻ്റെ വാം ഡൗൺ മൂവ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ലെഗ്സും വൈഡ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ബോഡി ഫോർവേഡ് ബെൻഡ് ചെയ്തിട്ട് എക്രോസ് ഹാൻഡ് മൂവ്മെൻറ്റ് വളരെ സാവധാനം ചെയ്യുക. എക്രോസ് ഹാൻഡ് മൂവ്മെൻറ്റ് സാവധാനം ചെയ്യുക. നമ്മളുടെ ഡെൽറ്റോയിഡ് മസിൽ നന്നായിട്ട് റിലാക്സ്ഡ് ആവും. നവീനൊന്ന് ശ്രദ്ധിക്കുക. എക്രോസ് മൂവ്മെൻറ്റ് സ്ലോവിന് ചെയ്യുക. ഓൾസ് ചെയ്യുക. എന്തിനാണ് റിലാക്സ് ചെയ്യുന്നത്? കൂടുതൽ ഡെവലപ്മെൻറ്റ് കിട്ടുവാനും കൂടുതൽ ഡെൽറ്റോയിഡ് മസിൽ ടോണപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അതൊരു 10 പ്രാവശ്യം പരിശീലിക്കാവുന്നതാണ്. കാലുകൾ രണ്ടും ചേർത്ത് നോർമൽ ബ്രീത്തിങ് ഒരു 5 ടൈംസ് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് ഷോൾഡറിൻ്റെ ഡെൽറ്റോയിഡ് മസിൽസിൻ്റെ 3 ഡിഫറെൻ്റ് ആംഗിൾ ഓഫ് വർക്കൗട്ട് പരിശീലിച്ചു. അതിൽ സ്പീഡ് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ബ്രീത്തിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലോവിൽ ഇൻഹലേഷൻ എക്സലേഷൻ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ സ്പീഡ് തന്നെയാണ്. പിന്നെ സെലക്ഷൻ, എടുക്കുന്ന വെയ്റ്റിൻ്റെ കനം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ് വിത്ത് ലൈറ്റ് വെയ്റ്റ് ഡംബൽ, അതാണ് ഏറ്റവും ബെസ്റ്റ്. അതിനുശേഷം ഗ്രാജ്വലി കൂട്ടി ചെയ്യുക. അപ്പോൾ ഈ ഒരു 3 മെയിൻ വർക്കൗട്ട്സ് കൊണ്ട് ഡെൽറ്റോയിഡ് മസിലിന് ടോണപ്പ് ചെയ്യുകയും ഷേപ്പപ്പ് ചെയ്യുകയും ചെയ്യാം, പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു മേജർ മസിലുമായിട്ട് തീർച്ചയായിട്ടും കണ്ടുമുട്ടാം. താങ്ക് യു.